ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ശാലിനി. ഞാൻ മാ അക്കാദമിയിലെ ബയോളജി ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മുടെ അക്കാദമിയിൽ പുതിയൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോർഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ എൻട്രൻസ് എക്സാംസ് ഒക്കെ ആവാറായി. അപ്പോൾ ഒരു മാസത്തേക്കുള്ള ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ നമ്മുടെ അക്കാദമിയിൽ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്ത മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും ഗവൺമെന്റ് കോളേജസിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്ത എക്സാംസിന്റെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും എക്സാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് നമ്മുടെ +1 +2 ചാപ്റ്റേഴ്സ് അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു OMR ഷീറ്റിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈസി ആയിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാം, അങ്ങനെയുള്ള ഈസി ടിപ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള എളുപ്പ വഴികളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക. അപ്പോൾ ക്രാഷ് കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഷുവർ ആണ്. ഞാൻ നിങ്ങൾക്ക് ബയോളജിയാണ് എടുക്കുന്നത്. അപ്പൊ നീറ്റിൽ നിങ്ങൾക്ക് അറിയാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി. അപ്പൊ +1 +2 ഹോൾ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് തറോ ആക്കി തരുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ മാ അക്കാദമി KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്, DPO റോഡിൽ KSRTC സ്റ്റാൻഡിന്റെ അടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് വരാനും ഈസിയാണ്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാക്കൽറ്റീസ് ചെയ്യും.